വാർത്തകളിലേക്ക് വിശദമായി. വയനാട് മാനന്തവാടിയിൽ ഒരാളുടെ ജീവനെടുത്ത കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ദൗത്യം തുടരുന്നു. ആന മണ്ണുണ്ടി കോളനി ഭാഗത്ത് തന്നെ തുടരുകയാണ്. അതേസമയം വയനാട്ടിൽ ഇന്ന് മനസാക്ഷി ഹർത്താൽ നടക്കുകയാണ്. വന്യജീവി ആക്രമണം തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്ക് സർക്കാർ സുരക്ഷ ഒരുക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കർഷക സംഘടനകളുടെ പ്രതിഷേധം. വിവരങ്ങളുമായി CB ഷിബു ചേരുന്നു. ഷിബു, ഈ ദൗത്യം എപ്പോഴത്തേക്ക് പുനരാരംഭിക്കും? സംഘങ്ങളെല്ലാം തന്നെ തയ്യാറാണോ? ആന ഇപ്പോൾ ഏതു ഭാഗത്താണുള്ളത്? രാവിലെ 8 മണിയോടുകൂടി തന്നെ സംഘാംഗങ്ങളെല്ലാം സജ്ജമായി കഴിഞ്ഞു. ഇന്നലെ നൈറ്റ് പട്രോളിംഗ് നടത്തിയിരുന്നു. രാത്രി 85 അംഗ സംഘമാണ് 13 സംഘങ്ങളായി ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഈ ഭാഗങ്ങളിലെല്ലാം പരിശോധന നടത്തിയത്. ആന ഇപ്പോൾ ഉള്ളത് ഈ ചേരൂർ പ്രദേശത്ത് തന്നെയാണ്. അതിൽ മണ്ണുണ്ടിക്ക് അടുത്തുള്ള ഇരുമ്പുപാലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്നലെ രാത്രി അവസാനമായി കണ്ടതെന്നാണ് ഈ പട്രോളിംഗ് സംഘവും നാട്ടുകാരും പറയുന്നത്. ഇത് രണ്ടും അടുത്തടുത്ത പ്രദേശങ്ങളാണ്. അതായത് ആന ഈ പ്രദേശം വിട്ടു പോകാത്തത് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് മയക്കുവെടി വെക്കാൻ ആകും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് സംഘാംഗങ്ങൾക്കുള്ളത്. പുറത്തു നിന്നുള്ള വയനാടിന് പുറത്തു നിന്നുള്ള പ്രവൃത്തി പരിചയമുള്ള ദൗത്യ സംഘ അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തി 200 അംഗ സംഘമാണ് ഇന്ന് ഈ ദൗത്യങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നത്. ഇതിൽ തന്നെ വെറ്റിനറി സംഘവും ഉണ്ട്. ഇന്നലെ വെറ്റിനറി സംഘം ആനയുടെ അരികിലെത്തിയിരുന്നു. 2 തവണ മയക്കുവെടി വെക്കാനുള്ള ഒരുക്കവും നടത്തിയിരുന്നു, ശ്രമവും നടത്തിയിരുന്നു. പക്ഷെ അത് വിഫലമായി. ഇന്ന് ഇതേ വെറ്റിനറി സംഘം ഡോക്ടർ രാജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിൽ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ ദൗത്യം ആരംഭിക്കുകയാണ്. ആനയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് ഒരു സ്ഥലത്ത് നിലയുറപ്പിക്കുന്നതായി വ്യക്തമായി കഴിഞ്ഞാൽ അവിടെ വെച്ച് മയക്കുവെടി വെച്ച് പിന്നീട് ശരീരം തണുപ്പിച്ച് ആനയെ മുത്തങ്ങയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ഒരുക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള എല്ലാ സംഘാംഗങ്ങളും സർവ്വസന്നാഹങ്ങളുമായി ഇവിടെ സജ്ജമായി കഴിഞ്ഞു. ഷിബു, അതോടൊപ്പം തന്നെ വയനാട്ടിലൊരു മനസാക്ഷി ഹർത്താൽ കർഷക സംഘടനകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് സംഘടനകളുടെയൊക്കെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ? ഇന്ന് ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾക്ക് സാധ്യതയുണ്ടോ? അതായത് ഹർത്താൽ മനസാക്ഷി ഹർത്താലാണ്. ഒരു ഫാർമേഴ്സ് റിലീഫ് ഫോറം എന്ന് പറയുന്ന സംഘടനയാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളതെങ്കിലും വലിയ സംഘടനകൾ പോലും പിന്നീട് പിന്തുണയുമായി എത്തുന്ന കാഴ്ചയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഹർത്താൽ ഒരു മനസാക്ഷി ഹർത്താൽ ആയതുകൊണ്ട് പരമാവധി ആളുകൾ ഇതിനോട് സഹകരിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടി വ്യത്യാസമന്യേ ഇത് വയനാടിന്റെ ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന നിലയിലാണ് ഈ ഹർത്താലിനെ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. അതായത് എന്നാൽ വാഹനങ്ങൾ തടയുകയോ കട നിർബന്ധമായി അടപ്പിക്കുകയോ ജോലി തടസ്സപ്പെടുത്തുകയോ ഓഫീസുകൾ പൂട്ടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് അവർ ഹർത്താൽ ആഹ്വാനം ചെയ്തവർ പറഞ്ഞിരുന്നു. ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ചവരും പറഞ്ഞത് ഇത് ആശയപരമായ പിന്തുണയാണ് നൽകുന്നത്, ആശയപരമായ ഹർത്താലാണ്. അതുകൊണ്ട് ഒരു സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്ന ഒരു തന്ത്രം എന്ന നിലയിലും പ്രക്ഷോഭത്തിന്റെ ഒരു ഭാഗമായും ഇതിനെ സമാധാനപരമായ പ്രക്ഷോഭത്തിന്റെ ഒരു ഭാഗമായും ഇതിനെ കാണണമെന്നാണ് എല്ലാവരും ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അതേ രീതിയിലുള്ള ഒരു സഹകരണം കൂടിയാണ് ഇവിടെ നടക്കുന്നത്. ശരി ഷിബു, വയനാട്ടിൽ ആളെ കൊല്ലി കാട്ടാനയെ പിടികൂടാനുള്ള ദൗത്യം 3-ാം ദിനത്തിലെത്തി നിൽക്കുകയാണ്. അതേസമയം തന്നെ കർഷക സംഘടനകളുടെ മനസാക്ഷി ഹർത്താലും വയനാട്ടിൽ പുരോഗമിക്കുന്നു. വിവരങ്ങളാണ് CB ഷിബു നൽകിയത്.